ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ യൂട്യൂബിൽ. ഞാൻ ഇതുവരെ യൂട്യൂബിൽ അങ്ങനെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത് ഇടാമെന്ന് തോന്നി. കാരണം ഞങ്ങളൊരു സ്പെഷ്യലായിട്ടൊരു വിസിറ്റിന് വേണ്ടി പോയിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കതൊരു ലെങ്തി വീഡിയോ ആയതുകൊണ്ട് അതൊരു വ്ളോഗായിട്ട് ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ താമസിക്കുന്നത് UAE-ലാണ്. UAE-ൽ ഷാർജയിലാണ് താമസം. അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ പോകുന്നത് അബുദാബിയിലേക്കാണ്. അപ്പോൾ തന്നെ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും, അതായത് UAE-ൽ താമസിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും അത്യാവശ്യം ദൂരോട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത്. കാരണം ഷാർജ കഴിഞ്ഞ് ദുബായ് കഴിഞ്ഞിട്ടേ നമുക്ക് അബുദാബിയിൽ എത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ ദുബായിൽ കഴിഞ്ഞ് അബുദാബിയിലേക്ക് എവിടെയാണ്? അതെ, അബുദാബി ഞങ്ങൾ ഒരു ടെമ്പിളിൽ പോവുകയാണ്. യെസ്, ബാബ്സ് ടെമ്പിൾ. UAE-ൽ ഫെബ്രുവരി 2024 ഇനോഗ്രേറ്റ് ചെയ്ത പുതിയ ടെമ്പിളാണ് ബാബ്സ് ടെമ്പിൾ. ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങളിവിടെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈം വിസിറ്റാണ്. കുറച്ച് നാളായിട്ട് നമ്മൾ വിചാരിക്കണം അവിടെ പോകണം എന്ന്. ഓരോ തവണ എന്തെങ്കിലും അസൗകര്യമോ എന്തെങ്കിലും ഒഴിവോ പറഞ്ഞിട്ടങ്ങ് അത് മാറ്റിവെക്കും. ഇന്നൊരു ഫ്രൈഡേ ആണ്, ഞങ്ങൾ അവധിയാണ് എടുത്തിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. കാരണം നമുക്ക് കുറച്ച് ലീവ്സ് ബാക്കിയുണ്ട്. ഡിസംബർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലീവ്സൊക്കെ പെട്ടെന്ന് എടുത്ത് തീർക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ലീവ് ഒരു ദിവസം നമ്മൾ ഇതിനായിട്ട് മാറ്റി വെച്ചു. പെർഫെക്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നങ്ങ് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ UAE-ൽ കുറച്ച് ടെമ്പിൾസേ ഉള്ളൂ. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് പണി ചെയ്ത് തീർന്ന ടെമ്പിളാണ് ബാബ്സ് ടെമ്പിൾ. നമുക്ക് ദുബായിൽ ടെമ്പിൾസൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ഇതുവരെ പോയിട്ടില്ലല്ലോ. ഒത്തിരി പറഞ്ഞും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫാമിലി ആയിട്ടുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പ്രത്യേകിച്ച് കുറച്ച് ദൂരെയൊക്കെ ഉള്ള കാർ യാത്ര എല്ലാവരും ഇഷ്ടപ്പെടും. ഞങ്ങൾ അബുദാബി ഏകദേശം ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഈ കാണുന്നത് തന്നെയാണ് ബാബ്സ് ടെമ്പിൾ. കുറച്ച് ഉയരത്തിൽ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി, കാരണം നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്നാണ് ഈ വിഷ്വൽ ഞാൻ ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ പാസ് എടുത്തു, ഓൺലൈനായിട്ടാണ് പാസ് എടുത്തത്. നമ്മൾ ബാബ്സ് ടെമ്പിളിൻ്റെ സൈറ്റിൽ കയറിയിട്ട് പാസ് എടുത്താൽ നമുക്ക് പെർമിഷൻ ഉണ്ടാവുള്ളൂ അമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട്. അത്യാവശ്യം സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ടെമ്പിളിനകത്ത് കയറിയത്. അതുകൊണ്ട് ഇവിടെ വരുന്നവരെല്ലാവരും പാസ് എടുക്കണം. ഫ്രീ പാസ്സാണ്. ഓൺലൈനിൽ കയറി രജിസ്റ്റർ ചെയ്ത് പാസ് എടുക്കണം. എന്നാലും നമുക്ക് അവർ അകത്തേക്ക് ആ പാസ്സോട് കൂടി നമുക്ക് കയറാൻ കഴിയുള്ളൂ. അത് ടൈം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പാസ് എടുക്കേണ്ടത്. ഞങ്ങളെടുത്ത് 5 o'clock-നായിരുന്നു. ഞങ്ങൾ 4:30, 4:40 ഒക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കയറ്റി വിട്ടു, കാരണം ഓൾറെഡി പാസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഷൂ റാക്കിൽ നമ്മുടെ ഷൂസൊക്കെ അഴിച്ച് വെച്ചതിന് ശേഷം നമ്മളിതാ ടെമ്പിളിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വളരെ നമുക്ക് പീസ്ഫുള്ളായിട്ടൊരു ഒരു വൈബാണ് കേട്ടോ അവിടെ കിട്ടിയത്. നമുക്ക് സ്റ്റെപ്സ് ക്ലൈംബ് ചെയ്ത് പോകുന്തോറും ആ ഒരു ചെറിയൊരു സൂതിങ് ആയിട്ടുള്ള എന്താ പറയുക കൂൾ ബ്രീസും ഒക്കെ വരുന്നുണ്ടായിരുന്നു. വളരെ വളരെ നമുക്ക് പീസ്ഫുള്ളായിട്ടും അതുപോലെ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് കേട്ടോ മൊത്തം അവിടെ. അതുമാത്രമല്ല, ടെമ്പിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. നമുക്ക് നമ്മളവിടേക്ക് വല്ലാതെ അങ്ങ് ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ഫീച്ചേഴ്സൊക്കെയാണ് മുഴുവനും. ടെമ്പിളിൻ്റെ ശ്രീകോവിലിൻ്റെ അകത്ത് നമുക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ അതിനകത്തുള്ള വിഷ്വൽസ് ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അകത്ത് എല്ലാ പ്രതിഷ്ഠകളും ഉണ്ട്. അവിടെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ സ്ഥലമുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ മെഡിറ്റേറ്റൊക്കെ ചെയ്തു. അത് നമ്മൾ കംപ്ലീറ്റ്ലി മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ സ്ട്രിക്ട്ലി ദേ വിൽ ബി ഗോയിങ് ടു സം അതർ വേൾഡ്. അത് ശരിക്കും അത് എനിക്കത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ദേ വിൽ ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ദാറ്റ് മാസിവ്ലി. അതുകൊണ്ട് നിങ്ങളവിടെ പോയി അവിടെ ആ ഒരു സ്പേസിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, കാരണം അതേപോലെ ഒരു വളരെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും അവിടെ. നമുക്ക് ആ ഒരു ആത്മീയമായിട്ട് സ്പിരിച്വലായിട്ടൊക്കെ താല്പര്യമുള്ളവർ അവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് വേറെ ഒരു ലോകത്തേക്ക് നമ്മൾ പോവും. കാരണം അതുപോലെയാണ് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ. പിന്നെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് എക്സ്റ്റേണൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് ചെന്നപ്പോഴല്ലേ ഞാൻ ഈ കാർവിങ്സൊക്കെ കണ്ടത്. ഇറ്റ്സ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. അത്രയും അടിപൊളിയായിട്ട് ഓരോ മൈന്യൂട്ടായിട്ട് പല കാർവിങ്സും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുരാതനമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാർവിങ്സാണ് എല്ലാം. ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ് അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഇത്രയും ഉയരമുള്ള ഗോപുരങ്ങളിൽ പോലും അത്രയും നല്ല ഈച്ച് ആൻഡ് എവറി കാർവിങ്സ് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്നും അതിശയിപ്പിക്കുന്ന കാര്യം എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം കൊണ്ടാണ് അവർ ഇത്രയും ചെയ്ത് തീർത്തത്.
എൻ്റെ ഒരു അറിവിൽ 2019 ഇതിൻ്റെ പെർമിഷൻ കിട്ടി ഇതിൻ്റെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്, ഇതിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതിനിടയ്ക്ക് കോവിഡൊക്കെ വന്നിട്ടുണ്ട് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് എന്തായാലും നിർത്തലാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ കുറച്ച് പീരിയഡ്. പിന്നെ 2024 ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും കംപ്ലീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അത് നമ്മുടെ ഗവൺമെൻറ്റിന് ഹാറ്റ്സ് ഓഫ്. കാരണം ഈ ഒരു ടൈമിൽ ഇത്രയും പെർഫെക്റ്റായിട്ട് ഇത് ചെയ്ത് തീർക്കാൻ കഴിയാൻ ഇറ്റ് ഇസ് നോട്ട് ഈസി. അതുപോലെ ഈ ചുറ്റും നമുക്ക് പല പല രീതിയിൽ അവർ പലതും ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴെ തന്നെ ഒരു വാട്ടർ പൂള് പോലെയൊക്കെ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കിതൊരു 3 ലെയർഡ് രീതിയിലാണല്ലോ ടെമ്പിൾ. അപ്പോൾ നമ്മൾ ശ്രീകോവിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു ചുറ്റമ്പലം പോലെ നമുക്ക് നടക്കാനുണ്ടാവും. അവിടെ നിന്നുള്ള വിഷ്വലാണ് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ താഴെ വരുമ്പോഴാണ് പൂളൊക്കെ ഉള്ളത്, ഒരു വാട്ടർ പൂള് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതിന് നമുക്കിനി താഴെയുള്ള ആ ഒരു വലതുകൂടി നമുക്ക് വയ്ക്കാം. താഴെ വലത് വയ്ക്കുമ്പോഴാണ് നമുക്ക് റൈറ്റ് സൈഡിൽ പൂൾ ഒക്കെ കാണാൻ കഴിയുന്നത്. ഏകദേശം സൂര്യാസ്തമയ സമയം വരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ. ആ ഒരു സന്ധ്യാസമയത്തോടനുബന്ധിച്ചിട്ട് കാണാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അത്യാവശ്യം തണുപ്പുണ്ട്, എന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയാത്തതുമല്ല. അത്യാവശ്യം നല്ല നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള തണുപ്പുണ്ട്. അത് പോരാത്തതിന് സൂര്യാസ്തമയ സമയം ആവുന്നുണ്ട്. ആ ഒരു വിഷ്വലും എനിക്കാണെങ്കിൽ അത് പിക്ചർ ചെയ്യണോ വീഡിയോ എടുക്കണോ എന്താണെന്ന് അറിയില്ലായിരുന്നു. കാരണം അത്രയും അടിപൊളിയായിരുന്നു കാണാൻ. 2 സൈഡിലും ശംഖൊക്കെ വെച്ച് കെട്ടിയിട്ട് അതിന് ചെറിയ വാട്ടർ ഫ്ലോ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അവിടുത്തെ ചെറിയ ചെറിയ കാർവിങ്സൊക്കെയാണ്. ഇതവിടുത്തെ ഒരു ശിലയാണ്. അവർ ഇത് ഇനോഗ്രേഷൻ ചെയ്ത ഡീറ്റെയിൽസൊക്കെയാണ് അറബിക്കിലും അതുപോലെ ഇംഗ്ലീഷിലും ഒക്കെ അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ അതൊക്കെയാണ് എഴുതിയേക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ഇനോഗ്രേറ്റ് ചെയ്ത ദിവസവും February 14th 2024 എൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞ ആ ഡീറ്റെയിൽസൊക്കെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ ഉള്ള ആ ഒരു ഫുൾ വ്യൂ ആണ് കേട്ടോ ഇത്. എല്ലായിടത്തും ഫുൾ കാർവിങ്സ് ആണ്. പല പല ക്യാരക്ടേഴ്സാണ് പുരാതനങ്ങളിൽ കണ്ടിട്ടുള്ളതുമായ പല കാർവിങ്സും ഒക്കെ വെച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ ആ മൈന്യൂട്ടായ ഡീറ്റെയിൽസ് നോക്കി നിന്ന് പോകും. അത്രയും അടിപൊളിയായിട്ടാണ് അവർ ഈച്ച് ആൻഡ് എവറി പ്ലേസ് അവർ ചെയ്തിരിക്കുന്നത്. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ ചെന്ന ദിവസം ലെഫ്റ്റ് സൈഡിൽ സൂര്യൻ അസ്തമിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് റൈറ്റ് സൈഡിൽ അതുപോലെ ഫുൾ മൂണിൻ്റെ വിഷ്വലും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അത് എപ്പോഴും കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളത് ചെന്നതിൻ്റെ അന്ന് ഇതുപോലെയായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ സൺസെറ്റ് നടക്കുന്നു, റൈറ്റ് സൈഡിൽ ഏകദേശം മൂൺ അവിടെ മുകളിൽ ഉയരത്തിൽ അങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചുറ്റിക്കറങ്ങി വന്നതിന് ശേഷം പിന്നെയുള്ള ഒരു ഡീറ്റെയിൽസൊക്കെയാണിത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വർക്ക് ചെയ്ത രീതി, മന്തും എത്ര ദിവസം കൊണ്ടാണ് കഴിഞ്ഞുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഈ വശത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ആ ഒരു ശംഖിൻ്റെ ഈ ഒരു വാട്ടർ ഫ്ലോ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരേപോലെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. ഇത് ഏകദേശം സന്ധ്യാസമയം ആയപ്പോൾ ഉള്ള ഒരു വിഷ്വലാണ് കേട്ടോ ഇത്. ഏകദേശം സന്ധ്യാസമയം ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് നമ്മുടെ ടെമ്പിൾ ലൈറ്റ്സൊക്കെ ഇട്ട് കാണുന്നത് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുകൂടെ കണ്ടിട്ട് വരാനായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. കാരണം നമുക്ക് അബുദാബി വരെ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും വരാൻ കഴിയില്ലല്ലോ. സോ വല്ലപ്പോഴേ വരുള്ളൂ. അതുകൊണ്ട് വരുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇത് നമുക്ക് ഇതുപോലൊരു വിഷ്വൽ നമുക്ക് ഇനി എപ്പോഴും വന്ന് നമുക്ക് കാണാനൊന്നും പറ്റില്ല. വൺസ് ഇൻ എ വൈറ്റിൽ നമ്മൾ ഈ ടെമ്പിളിൽ വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുകൂടി കണ്ടതിന് ശേഷം പോകാമെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അതുപോലെ നമുക്ക് അമ്പലത്തിൽ തന്നെ സുവനീസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, സ്മൃതി എന്ന് പറഞ്ഞിട്ട്. അവിടെ നമുക്ക് സുവനീസൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ബാബ്സ് ടെമ്പിളിൻ്റെ മിനിയേച്ചർ വേർഷൻ ഒക്കെ അവിടെ കിട്ടും. അപ്പോൾ ദോസ് ഹു വാണ്ട് ടു പർച്ചേസ് നമുക്ക് അവിടെ ചെന്നിട്ട് അതൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തൊട്ട് അടുത്ത് തന്നെ നമുക്ക് വാഷ്റൂം ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ. ഇത് അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സുവനീർ ഷോപ്പാണ്. ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം സുവനീസൊക്കെ. ഇതാ നമ്മുടെ ടെമ്പിളിൻ്റെ നൈറ്റ് വ്യൂ. എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ. ഇത് നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. അതുപോലെ നമുക്ക് ചുറ്റും ആ ഒരു ബെല്ലിൻ്റെയൊക്കെ ആ ഒരു വോയിസും ഒക്കെ നമുക്ക് വളരെ സൂതിങ് ആയിട്ട് തോന്നും. ശരിക്കും ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ആ ലൈറ്റ്സ് ഇട്ട ടെമ്പിൾ ഷോട്ട് അവിടെ നമുക്ക് എത്ര നിന്നാലും എത്ര വീഡിയോ എടുത്താലും ഫോട്ടോ എടുത്താലും ഇവൻ നേരിട്ട് പോലും നമുക്കത് നോക്കി നിൽക്കാൻ തോന്നും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ഇറ്റ് വാസ് റിയലി
ഓസം. എനിക്കത് പറയാൻ വാക്കുകളില്ല, കാരണം അത്രയും അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മുടെ സുവനീർ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള കുറച്ച് മണികളൊക്കെ കെട്ടി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അത് 2 സൈഡിലും ഉണ്ട് കേട്ടോ. എല്ലാവരും അതൊന്ന് തട്ടി തട്ടി നോക്കുന്നുണ്ട്. ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതാണ് അവിടുത്തെ ഷൂ റാക്ക്. വളരെ എക്സ്ട്രീംലി ബിഗാണ് കേട്ടോ ഇത്. നമുക്ക് ഇഷ്ടംപോലെ പ്ലേസ് ഉണ്ട്. നമുക്ക് അത്രയും സ്പേഷ്യസ് ആണ്, അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതിനിഷ്ടം നമ്മൾ നേരെ വന്ന ഫുഡ് കോർട്ടിലോട്ടാണ്. ജസ്റ്റ് ഒന്ന് വെജ് ഫുഡ് കോർട്ടാണ്. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ അവൈലബിൾ ആണ്. ഒരു വിൻറ്റേജ് മോഡൽ പോലെയൊക്കെ എനിക്ക് തോന്നി അകത്ത് കയറിയപ്പോൾ. വളരെ നമുക്ക് അടിപൊളിയാട്ടോ. പുതിയ ഒരു സെറ്റപ്പ് ആയതുകൊണ്ടായിരിക്കും വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാനായിട്ടും. ആ ഒരു സെറ്റപ്പൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പോകേണ്ടതാണ്, കാരണം ഓൾറെഡി 6:30 കഴിഞ്ഞു. നമുക്ക് വീട്ടിലെത്തണം. അപ്പോൾ പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് കുറച്ച് വ്യൂസൊക്കെ എടുക്കാമെന്ന് വെച്ചു. ഞാൻ നോക്കിയപ്പോൾ മൂണിൻ്റെ വിഷ്വൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ചേർത്തിട്ട് ഒരു ചെറിയൊരു വിഷ്വൽ എടുക്കാമെന്ന് വെച്ചു. നമ്മുടെ ഫ്രണ്ടിൽ അമ്പലത്തിൻ്റെ ആ ഒരു ഈവനിങ് ലൈറ്റ്സൊക്കെ ഇട്ട വ്യൂ, അതുപോലെ തൊട്ട് പിന്നിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രൻ അടിപൊളിയായിട്ട് ഫുൾ മൂണായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പോകുന്നതിന് മുമ്പ്. പിന്നെ ഇവിടെ പ്രസാദം നമുക്ക് കിട്ടുന്നത് പുറത്താണ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പ്രസാദം കിട്ടുന്നത്. നമുക്ക് ചെന്നതിൻ്റെ അന്ന് നമുക്ക് കിട്ടിയത് ചോറാണ്. ചോറ് ജസ്റ്റ് ഒരു വെജിറ്റബിൾസൊക്കെ ഇട്ട ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രസാദമായിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി. ഇനിയും വരും, തീർച്ചയായിട്ടും വരും. മൾട്ടിപ്പിൾ ടൈംസ് നമുക്കവിടെ എന്തായാലും പോയിരിക്കും നമ്മൾ. കാരണം അത്രയും വൈബും നമുക്ക് സ്പിരിച്വൽ ഫീലിംഗും തരുന്ന ഒരു പ്ലേസ് തന്നെയാണത്. ഇതോടുകൂടി എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം. ആൻഡ് ദിസ് ഇസ് രേഷ്മ ഹിയർ സൈനിങ് ഓഫ്. ടേക്ക് കെയർ ഓൾ ഓഫ് യു.